നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ LGS ഒഴികെ ബാക്കി എല്ലാ പരീക്ഷകൾക്കും മലയാളം വളരെ അത്യാവശ്യമാണ് അല്ലേ? അപ്പം മലയാളത്തിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വർക്കൗട്ടുകൾ, ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ മാതൃകാ ചോദ്യങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ് പറയും. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനി ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. ഓരോ സമയവും ഓരോ ടോപ്പിക്സ് ആയിരിക്കും. ഇന്ന് മലയാളത്തിന്റെയും ഫിസിക്സിന്റെയും ക്ലാസ്സുകളാണ് വരാനുള്ളത്. ആദ്യം ഞാൻ മലയാളം ചെയ്യും, അത് കഴിഞ്ഞ് ഭൗതിക ശാസ്ത്രം. അത് LGSകാർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം നോക്കൂ. ആരാധകരെ ശാന്തരാക്കി വിഭക്തി ഏത്? ആരാധകരെ ശാന്തരാക്കി എന്നതിലെ വിഭക്തി ഏത് എന്നതാണ് ചോദ്യം. ഇവിടെ നോക്കൂ, ആരാധകരെ എ എന്ന പ്രത്യയമാണ് അല്ലെ വന്നിരിക്കുന്നത്. എ എന്ന പ്രത്യയം വന്നാൽ വിഭക്തി ഏതായിരിക്കും? പ്രതിഗ്രാഹിക. അപ്പൊ ഓർത്തിരിക്കുക, എ എന്ന പ്രത്യയം ഏത് വിഭക്തിയുടേതാണ്? പ്രതിഗ്രാഹിക. പ്രതിഗ്രാഹിക മറന്നു പോകരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബിഡാലം എന്ന അർത്ഥം വരുന്ന മൃഗം. ബിഡാലം ബിഡാലം എന്ന അർത്ഥം വരുന്നത് പൂച്ചയാണ് കേട്ടോ. പൂച്ച. ആൻസർ വരുന്നത് ഏതാണ്? പൂച്ച. ബിഡാലം. അതുപോലെ മാർജാരൻ എന്നൊക്കെ പറയുന്നത് ആരെയാണ്? പൂച്ചയാണ് കേട്ടോ. അപ്പോൾ ബിഡാലം പൂച്ച. ബിഡാലം എന്ന് പറഞ്ഞ ഒരു ബഡാ ആളാന്നൊരു വിചാരമില്ലേ പൂച്ചയ്ക്ക്? അപ്പൊ അത് ആലോചിച്ച് നോക്കുക. ബിഡാലം പൂച്ച. അടുത്തത് ഏകാഗി എന്ന പദം. ഏകാഗി എന്ന പദം ഏത് ലിംഗപദമാണ് എന്നതാണ് ചോദ്യം. ഒരിക്കലും തെറ്റിക്കരുത്. ഏകാഗി എന്ന പദം വന്നാൽ അത് പുല്ലിംഗമാണ് കേട്ടോ. അത് പുരുഷ ലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ് ഏകാഗി. ഏകാഗിയുടെ സ്ത്രീലിംഗ പദം എന്ന് പറയുന്നത് ഏകാകിനി. ഏകാകിനി മറന്നു പോരുത്. ഏകാകിനി എന്നത് സ്ത്രീലിംഗമാണ്. ഓക്കെ, അതുപോലെ തന്നെ വേറെ ചോദിക്കുന്ന ഒരു വാക്കാണ് ഏകൻ. ഏകൻ എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗ പദമാണ്. അതിന്റെ സ്ത്രീലിംഗം വരുന്നത് ഏക എന്നാണ് കേട്ടോ. ഏക. ഇത് രണ്ടും കൺഫ്യൂഷൻ ആവരുത്. ഏകാഗിയുടെ സ്ത്രീലിംഗമാണ് ഏകാകിനി. ഏകൻ എന്നതിന്റെ സ്ത്രീലിംഗം ഏക. അബ്സല്യൂട്ട് ലോ എന്നതിന്റെ അർത്ഥം. അബ്സല്യൂട്ട് ലോ എന്ന് പറഞ്ഞാൽ നിരപേക്ഷ നിയമം. മറന്നു പോകരുത്. അബ്സല്യൂട്ട് ലോ എന്നതിന്റെ അർത്ഥം എന്താണ്? നിരപേക്ഷ നിയമം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് നളിനലോചനൻ എന്നതിലെ സമാസം. നളിനലോചനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നളിനം എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അർത്ഥം. നളിനം എന്ന് പറഞ്ഞാൽ എന്താണ്? നളിനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം താമര. സോ താമരയുടെ ഇതൾ പോലുള്ള കണ്ണോടു കൂടിയവൻ. താമരയുടെ ഇതൾ പോലുള്ള എമാതിരി ഇതാണ് അല്ലെ, ഇതൾ പോലുള്ള കണ്ണോടു കൂടിയവൻ, ലോചനത്തോടു കൂടിയവൻ. അപ്പൊ എല്ലാം നോക്കൂ, അന്യപദങ്ങൾക്കാണ് ഇതിനിടയിലൊക്കെ പ്രാധാന്യം വന്നിരിക്കുന്നത് അല്ലെ. ഇതിൽ പറഞ്ഞിട്ടേ ഇല്ലാത്ത എക്സ്ട്രാ പദങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അന്യപദ പ്രാധാന്യം വന്നു കഴിഞ്ഞാൽ ബഹുവ്രീഹിയാണ് സമാസം. അന്യപദ പ്രാധാന്യം വന്നാൽ ഏതാണ്? ബഹുവ്രീഹി. താമരക്കണ്ണൻ, നളിനലോചനൻ എന്നൊക്കെ പറഞ്ഞാൽ സമാസം ഏതാണ്? ബഹുവ്രീഹി. അന്യപദങ്ങൾക്കാണ് വിഗ്രഹിക്കുമ്പോൾ പ്രാധാന്യം വരുന്നത്. കൊണ്ട് എന്ന പ്രത്യയം ഏത് വിഭക്തിയുടേതാണ്? കൊണ്ട്. നമ്മൾ എപ്പോഴും ചോദിക്കില്ല, നിന്നെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? നിന്നെ കൊണ്ട്. അപ്പൊ പ്രയോജനം, അത് രണ്ടും കണക്ട് ചെയ്യുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പ്രയോജികയാണ്. കൊണ്ട് എന്ന് വന്നാലും ആൽ എന്ന് വന്നാലും രണ്ട് പ്രത്യയങ്ങളാണ് പ്രയോജികയ്ക്കുള്ളത്. ഏതൊക്കെയാണ് പ്രയോജികയ്ക്കുള്ള പ്രത്യയങ്ങളാണ്? ഒന്ന് കൊണ്ട്, കൊണ്ട്. രണ്ട് ആൽ, നിന്നാൽ. നിന്നാൽ പ്രയോജനം, നിന്നെ കൊണ്ട് പ്രയോജനം. അങ്ങനെ കണക്ട് ചെയ്യുക. കൊണ്ട് എന്ന പ്രത്യയം പ്രയോജിക. അപ്പൊ രണ്ടെണ്ണത്തിന്റെ പ്രത്യയം പഠിച്ചു കേട്ടോ. നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചു പോകുന്നത്. അപ്പൊ പ്രതിഗ്രാഹികയുടെ പ്രത്യയം എ ആണ്. പ്രയോജികയുടെ പ്രത്യയം വരുന്നത് കൊണ്ട്, ആൽ. മറന്നു പോരുത് കേട്ടോ. കർമ്മധാരയ സമാസം ഏത്? അടുത്ത സമാസമാണ് കർമ്മധാരയ സമാസം. വിഗ്രഹിക്കുന്ന സമയത്ത് ആയ എന്ന പദം വരുന്നത്. വിഗ്രഹിക്കുന്ന സമയത്ത് ആയ എന്ന പദം വരുന്നത് എവിടെയാണെന്ന് നോക്കാം. രാപ്പകൽ എന്ന് പറഞ്ഞാൽ രാവും പകലുമാണ്. രാവും പകലും രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലെ. രണ്ടെണ്ണം വരുന്നുണ്ടെങ്കിൽ സമാസം ദ്വന്ദ്വൻ. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ദ്വന്ദ്വൻ. അടുത്ത നോക്കൂ, പ്രതിദിനം. പ്രതിദിനം എങ്ങനെയാണ്? ദിനം തോറും. വിഗ്രഹിച്ചപ്പോൾ രണ്ടാമത്തെ പദം കയറി ആദ്യം വന്നു. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. രണ്ടാമത്തെ പദം ഉത്തരപദം കയറി ആദ്യം വന്നു. അത്തരം സമാസത്തെ നമ്മൾ അവ്യയീഭാവൻ എന്നാണ് പറയുന്നത്. അവ്യയീഭാവൻ.
അടുത്തത് താമരക്കണ്ണൻ. ഞാൻ നേരത്തെ പറഞ്ഞു താമരയുടെ ഇതൾ പോലുള്ള കണ്ണോട് കൂടിയവൻ ആരോ അവൻ. അപ്പൊ എല്ലാം അന്യപദ പ്രാധാന്യമാണ്. ബഹുവ്രീഹിയാണ് സമാസം. മഞ്ഞക്കിളി, മഞ്ഞയായ കിളി, മഞ്ഞയായ കിളി. കണ്ടോ ആയ വന്നത്? അപ്പോൾ ആൻസർ ഏതാ? കർമ്മധാരയ സമാസം ആയ എന്ന പ്രത്യയം വരണം. ആയ എന്ന പ്രത്യയം വന്നു കഴിഞ്ഞാൽ കർമ്മധാരയൻ യൻ. ഓപ്ഷൻ ഡി ആണ്, മഞ്ഞക്കിളിയാണ് ആൻസർ വരുന്നത്. നിങ്ങൾ സ്ഥിരമായി PSC ചോദിക്കുന്നതാണ്, നിങ്ങൾ എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതുക എന്നുള്ളത്. നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതുന്നത് നിൻ പ്ലസ് കൾ ആണ് നിങ്ങൾ. നിൻ പ്ലസ് കൾ മറന്നു പോകരുതേ. ഓപ്ഷൻ സി ആണ് ആൻസർ. നിൻ പ്ലസ് കൾ ആണ് നിങ്ങൾ. അടുത്ത നോക്കൂ, ചരാചരങ്ങൾ എന്നതിലെ സമാസം ഏത്? ചരാചരങ്ങൾ. ചരാചരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചരവും അചരവും. രണ്ടെണ്ണം ഇല്ലേ? ചരവും ജീവനുള്ളതും ജീവനില്ലാത്തതിനെയും കൂടെ ചേർത്താണ് അല്ലെ ചരാചരങ്ങൾ എന്ന് പറയുന്നത്. ചരിക്കുന്നതും ചരിക്കാത്തതും. അപ്പോൾ ചരവും അചരവും രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ദ്വന്ദ്വ സമാസം. രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ ഏതാ സമാസം? ദ്വന്ദ്വ സമാസം. അടുത്ത നോക്കൂ, ഉഷ്ട്രം എന്ന പദത്തിന്റെ അർത്ഥം. ഉഷ്ട്രം, നല്ല ഉഷ്ണമുള്ള സ്ഥലത്തുള്ള ഒരു ജീവിയാണ് ഈ ഉഷ്ട്രം എന്ന് പറയുന്നത്. ഉഷ്ണമുള്ള സ്ഥലത്തുള്ള ജീവി ഏതാണ് ഈ കൂട്ടത്തിൽ? ഒട്ടകമാണ് അല്ലെ. ഒട്ടകം. ഓന്തുകളും ഉണ്ട് മരുഭൂമിയിൽ, എന്നാലും പൊതുവെ നമുക്ക് മരുഭൂമി, ഉഷ്ണം എന്നൊക്കെ പറയുമ്പോൾ ഏത് ജീവിനെ ഓർമ്മ വരുന്നത്? ഒട്ടകത്തെ അല്ലേ. അപ്പൊ ഉഷ്ട്രം, ഉഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒട്ടകമാണ്. ബിഡാലം പൂച്ച, ഉഷ്ട്രം ഒട്ടകം. സമീക്ഷ എന്ന പദം പിരിച്ചെഴുതണം. സമീക്ഷ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എന്താണ് വരിക? ശ്രദ്ധിക്കണം. സമീക്ഷ, സം പ്ലസ് ഈക്ഷ. സം പ്ലസ് ഈക്ഷ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സം പ്ലസ് ഈക്ഷ, അതാണ് സമീക്ഷ. സമീക്ഷ. എന്നുള്ള ഈ വിസർഗ ചിഹ്നം പോയിട്ട് ഏത് വന്നു? മാ വന്നു. സമീക്ഷ. സം പ്ലസ് ഈക്ഷ, സമീക്ഷ. സ്തോതാവ് എന്നതിന്റെ സ്ത്രീലിംഗം. സ്തോതാവ്. സ്തോതാവ് എന്നതിന്റെ സ്ത്രീലിംഗം എന്താണ്? സ്തോത്രിയാണ് കേട്ടോ. സ്തോത്രി. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. സ്തോതാവ് എന്ന് പറയുമ്പോൾ സ്തോത്രി വന്നു അല്ലെ. സ്തോത്രി. അതുപോലെ നേതാവ് എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്? നേതാവ്. സ്തോതാവ് സ്തോത്രി. നേതാവാണെങ്കിലോ നേത്രി. ദാതാവാണെങ്കിലോ ദാത്രി. അപ്പൊ ഈ താവ് എന്ന് വരുന്നതൊക്കെ ത്രീ ആയി മാറുകയാണ് അല്ലെ. അതുപോലെ നോക്കൂ, കർത്താവ്, കർത്തൃ അല്ലെ. കർത്താവ്, കർത്തൃ. അപ്പൊ എന്താണ്? താവ് എന്ന് വന്നതൊക്കെ ത്രീ എന്ന് മാറി. അപ്പൊ സ്തോതാവ്, സ്തോത്രി. ആൻസർ സി. ഇരുവർ എന്നതിലെ സമാസം. ഇരുവർ. ഇരുവർ എന്നതിലെ സമാസം എന്താ പറയാ? ഇരു എന്ന് പറയുന്നത് എന്താണ്? ഇരു എന്ന് പറയുന്നത് രണ്ട്. ആദ്യത്തെ പദം ഒരു സംഖ്യയാണ് സൂചിപ്പിക്കുന്നത്. ഇരു. ഇരു എന്ന് പറയുന്നത് ഒരു സംഖ്യയാണ് അല്ലെ. രണ്ട് എന്ന അർത്ഥം വരുന്ന സംഖ്യയെ സൂചിപ്പിക്കുന്ന പദമാണ്. അത്തരത്തിൽ ആദ്യ പദം ഒരു സംഖ്യയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ സമാസം വരുന്നത് ദ്വിഗു സമാസമായിരിക്കും. ആദ്യ പദം എന്തിനെ സൂചിപ്പിക്കണം? സംഖ്യയെ സൂചിപ്പിച്ചാൽ സമാസം ഏതായിരിക്കും? ദ്വിഗു സമാസം. ആദ്യ പദം സംഖ്യയെ സൂചിപ്പിച്ചാൽ സമാസം ദ്വിഗു. ഓക്കെ. അപ്പൊ ദ്വന്ദ്വൻ എന്താണ്? രണ്ടെണ്ണം വരണം അല്ലെ. രാവും പകലും, അങ്ങനെ രണ്ടെണ്ണം വരണം. ബഹുവ്രീഹി അന്യപദ പ്രാധാന്യമാണ്. കർമ്മധാരയൻ വിഗ്രഹിക്കുന്ന സമയത്ത് ആയ എന്ന പദം വരും. ഓർത്തിരിക്കണേ. അടുത്തത് ഘോരാപരാധം എന്നർത്ഥം വരുന്ന പദം. ഘോരാപരാധം എന്നർത്ഥം വരുന്ന പദം ഇതിലേതാണ്? ക്രൈം. അപരാധം എന്നൊക്കെ പറയുമ്പോൾ ഘോരമായ അല്ലെ, ക്രൈം. അത് രണ്ടും കണക്ട് ചെയ്യുക. ഗ്രേവ് ക്രൈം ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഘോരാപരാധം എന്നർത്ഥം വരുന്ന പദം ഗ്രേവ് ക്രൈം. ഗ്രേവ് ക്രൈം. ചതുർമുഖം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ചതുർ എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നാല്. ചതുർമുഖം എന്ന് പറയുന്നത് നാലാണ് അല്ലെ. അപ്പൊ ചതുർ, നാല്, ഒരു സംഖ്യയെ സൂചിപ്പിക്കുന്ന പദമാണ് ആദ്യം വന്നത്. അങ്ങനെയാണെങ്കിൽ സമാസം ദ്വിഗു സമാസം. രൂപക സമാസം വരുന്നുണ്ട്. ആകുന്ന എന്ന് വരുന്ന ഇടയിൽ ആയ എന്നതുപോലെ ആകുന്ന എന്ന് വന്നാൽ അത് രൂപകമായിരിക്കും. ആകുന്ന. രൂപകം ഏതാണ് വരിക? ആകുന്ന. മനോദർപ്പണം, മനസ്സാകുന്ന ദർപ്പണം എന്നൊക്കെ പറയില്ലേ, അത്. അപ്പൊ ചതുർമുഖം, ആദ്യത്തെ വാക്ക് ഒരു സംഖ്യയെ സൂചിപ്പിക്കുന്നു. ദ്വിഗു സമാസം. അടുത്ത നോക്കൂ, ലങ്കേശൻ. ലങ്കേശൻ എന്ന പദം പിരിച്ചെഴുതിയാൽ ലങ്ക,
പ്ലസ് ഈശൻ. ലങ്ക പ്ലസ് ഈശൻ ആണ് ലങ്കേശൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ലങ്ക പ്ലസ് ഈശൻ ആണ് ലങ്കേശനായി മാറുന്നത്. ഓക്കെ, അടുത്ത നോക്കൂ, ലങ്കേശൻ. ലങ്കേശൻ എന്ന പദം പിരിച്ചെഴുതിയാൽ ലങ്ക പ്ലസ് ഈശൻ. ലങ്ക പ്ലസ് ഈശൻ ആണ് ലങ്കേശൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ലങ്ക പ്ലസ് ഈശൻ ആണ് ലങ്കേശനായി മാറുന്നത്. ഓക്കെ, ഇത് തന്നിരിക്കുന്നവയിൽ കാളയുടെ പര്യായമായി വരുന്ന പദം. കാളയുടെ പര്യായം. തന്നിരിക്കുന്നവയിൽ കാളയുടെ പര്യായം ഏതാണ്? നമുക്ക് നോക്കാം. സൗരഭേയം എന്ന് പറഞ്ഞാൽ കാളയാണ് കേട്ടോ. സൗരഭേയം എന്ന് പറഞ്ഞാൽ കാള എന്നാണ് അർത്ഥം. മഹിഷം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പോത്താണ് കേട്ടോ. മഹിഷം പോത്താണ്. വൃഗം ചെന്നായ, വൃഗോദരൻ എന്നൊക്കെ പറയില്ലേ, വൃഗം ചെന്നായ. ഉഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒട്ടകം. അപ്പൊ കാളയുടെ പര്യായമായി വരുന്നത് സൗരഭേയം എന്ന പദമാണ്. സൗരഭേയം മറക്കരുത്. അടുത്തത് രൂപവാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം. രൂപവാൻ. വാൻ വന്നാൽ വതി ആയിരിക്കും. രൂപവതി. സുന്ദരിയാണ് കേട്ടോ. രൂപവാൻ, രൂപവതി. നടപ്പ് ഫയൽ എന്നതിന്റെ അർത്ഥം. അടുത്ത പദമാണ് നടപ്പ് ഫയൽ. ഒരു ഭരണഭാഷാ പദമാണ്. നടപ്പ് ഫയൽ എന്ന് പറഞ്ഞാൽ തീർപ്പ് കൽപ്പിക്കാത്ത ഫയൽ. തീർപ്പ് കൽപ്പിക്കാത്ത ഫയൽ എന്നാണ് നടപ്പ് ഫയൽ. നമുക്കൊരു കാര്യത്തിന് തീർപ്പ് കൽപ്പിച്ചില്ലെങ്കിൽ നമ്മൾ കുറെ നടക്കേണ്ടി വരും അല്ലേ. അപ്പൊ നടപ്പ് ഫയൽ, തീർപ്പ് കൽപ്പിക്കാത്ത ഫയൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അയോധ്യാദേശം എന്നതിലെ സമാസം. അയോധ്യ എന്ന് പറയുന്നത് പേരിനെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ. പേരിനെ സൂചിപ്പിക്കുന്നതാണ്. ഒരു ദേശത്തിന്റെ പേരാണ് അയോധ്യ. അപ്പോൾ ഇത് നമ്മൾ വിഗ്രഹിക്കുന്ന സമയത്ത് അയോധ്യ എന്ന ദേശം അതല്ലേ ഉദ്ദേശിക്കുന്നത്. എന്ന എന്ന് വന്നു കഴിഞ്ഞാൽ നിർദ്ദേശിക. നിർദ്ദേശിക തത്പുരുഷനാണ്. എന്ന പദം വന്നു കഴിഞ്ഞാൽ അയോധ്യാദേശം. കേരളദേശം, കേരളം എന്ന ദേശം. അപ്പോൾ എന്ന പദം വന്നു കഴിഞ്ഞാൽ നിർദ്ദേശിക തത്പുരുഷൻ. എന്ന നിർദ്ദേശിക. ഓർത്തിരിക്കണേ. അടുത്ത പദം നോക്കൂ. അഡ്മോണിഷൻ എന്നതിന്റെ മലയാളം. അഡ്മോണിഷൻ. അഡ്മോണിഷൻ താക്കീത്. അഡ്മോണിഷന്റെ മലയാളം എന്താണ്? താക്കീത്. താക്കീത് കൊടുക്കുക എന്നാണ് അഡ്മോണിഷൻ. മറന്നു പോകരുത്. താക്കീത്. ഉംബർകോൻ എന്നതിലെ സന്ധി ഏത്? ഉംബർകോൻ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ, ഉംബർകോൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു എന്നാണ് അർത്ഥം. ഉംബർകോൻ. ഉംബർകോൻ നമ്മൾ പിരിച്ചെഴുതുന്ന സമയത്ത് എങ്ങനെയാ വരിക? ഉംബർ പ്ലസ് കോൻ. ഒരു വർണ്ണത്തിനും ഒരക്ഷരത്തിനും മാറ്റം വന്നിട്ടില്ല അല്ലെ. പിരിച്ചെഴുതിയപ്പം ഇടയിൽ ഒരു പ്ലസ് വന്നു എന്നേ ഉള്ളൂ. അങ്ങനെ പിരിച്ചെഴുതുമ്പോൾ വർണ്ണങ്ങൾക്ക് മാറ്റം വന്നില്ലെങ്കിലും വർണ്ണം ഇരട്ടിച്ചാലും, ആ അക്ഷരം ഇരട്ടിച്ചു കഴിഞ്ഞാലും ആ സന്ധി ഏതാണ്? ദ്യുത്തസന്ധി. അപ്പൊ ഒരു മാറ്റം ഇല്ലെങ്കിലും ഇരട്ടിച്ചാലും ആൻസർ വരുന്നത് ദ്യുത്തസന്ധി. ഉംബർകോൻ. നിറമാല. അതുപോലെ വേറൊന്നാണ് നിറമാല. പിരിച്ചെഴുതിയാൽ നിറ പ്ലസ് മാല. ഒരു മാറ്റവും ഇല്ല. അപ്പൊ അതിനെയാണ് നമ്മൾ ദ്യുത്തസന്ധി എന്ന് പറയുന്നത്. മറന്നു പോകരുത്. ദ്യുത്തസന്ധി. തന്നിരിക്കുന്നവയിൽ കൊതുകിന്റെ പര്യായം. കൊതുകിന്റെ പര്യായം. കൊതുക് എന്താ ചെയ്യാ? ചോര കുടിക്കൂ അല്ലെ. അപ്പൊ ചോര കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്ക് ഇവിടെ ഏതാ ഉള്ളത്? രണരണം. രണം എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധം. യുദ്ധത്തിൽ ചോര ഉണ്ടാവും. അപ്പൊ രണരണം. രണരണം. അപ്പൊ രണം എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കിന്റെ അർത്ഥം യുദ്ധം എന്നാണ്. രണം എന്ന് പറഞ്ഞാൽ യുദ്ധം. യുദ്ധത്തിൽ എന്തുണ്ടാവും? യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ രക്തം ഉറപ്പായിട്ടുണ്ടാവും അല്ലെ. രക്തം ഉണ്ടാവും. അപ്പോ രുധിരം അഥവാ രക്തം ഉണ്ടാകും. രക്തം കുടിക്കുന്ന ജീവിയാണ് കൊതുക്. രക്തം കുടിക്കുന്ന ഒരു എന്താ പറയാ ഷഡ്പദമാണ് കൊതുക്. അപ്പൊ കൊതുകിന്റെ എന്താണ് പര്യായമായിട്ട് വരുന്ന വാക്കാണ് രണരണം. മറന്നു പോരുതേ. രണരണം. മക്ഷിക എന്ന് പറഞ്ഞാൽ ആരാണ്? ഈച്ചയാണ് കേട്ടോ. മക്ഷിക, നീല, വർവണ എന്നൊക്കെ പറഞ്ഞാൽ ഈച്ച. അപ്പൊ മക്ഷികയും നീലയും ഈച്ചയാണ്. ആഘു എന്ന് പറഞ്ഞാൽ എലിയാണ്. ആഘു എലി. അപ്പൊ രണരണമാണ് കൊതുകിന്റെ പര്യായത്തിൽ വരുന്ന വാക്ക്. രണരണം. ആഭരണപ്പെട്ടി എന്നതിലെ സമാസം. ആഭരണപ്പെട്ടി എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാ ഉപയോഗിക്കുക? ആഭരണം വയ്ക്കാനുള്ള പെട്ടി അല്ലെ. ആഭരണം വയ്ക്കാനുള്ള പെട്ടി. അപ്പൊ നോക്കൂ, ഇത് ചേർത്ത് എഴുതിയപ്പോ ഇടയിലുള്ള പദം അങ്ങനെ ലോപിച്ചു പോയി. ആഭരണം വെക്കാനുള്ള പെട്ടിയാണ് ആഭരണപ്പെട്ടി. അപ്പൊ വെക്കാനുള്ള എന്ന പദം നഷ്ടപ്പെട്ടു. അപ്പൊ മധ്യമം നടുവിലുള്ള പദമാണ് നഷ്ടപ്പെട്ടത്.
ചേർത്തെഴുതി കഴിഞ്ഞപ്പോൾ നടുവിൽ മധ്യമത്തിലുള്ള പദം നഷ്ടപ്പെട്ടു. ആൻസർ വരുന്നത് മധ്യമ പദലോപി. തീവണ്ടി, തീയാൽ ഓടുന്ന വണ്ടി അല്ലെങ്കിൽ തീ കൊണ്ട് ഓടുന്ന വണ്ടി. നടുവിലുള്ള പദം ഇതായില്ലേ, കൊണ്ട് ഓടുന്ന മാറിയിട്ട് തീവണ്ടി എന്നായില്ലേ. അപ്പൊ അത്തരത്തിൽ നടുവിലുള്ള പദം ലോപിക്കുന്നതിനെയാണ് മധ്യമ പദലോപി എന്ന് പറയുന്നത്. പാക്കുപെട്ടി, ആഭരണപ്പെട്ടി, പെട്ടി വരുമ്പം ഓർക്കുക മധ്യമ പദലോപി. മണ്ഡനം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? മണ്ഡനം എന്ന പദത്തിന്റെ അർത്ഥം മുണ്ഡനമാണ് മൊട്ടയടിച്ചത്. മണ്ഡനം എന്ന് പറഞ്ഞാൽ ആഭരണം എന്നാണ്. മണ്ഡനം ആഭരണം. മുണ്ഡനം, മുണ്ഡനമാണെന്ന് മൊട്ടയടിച്ചത് എന്നർത്ഥം വരുന്നത്. അബേയൻസ് എന്നതിന്റെ മലയാളം അബേയൻസ്. അബേയൻസിന്റെ മലയാളം നിർത്തിവെക്കൽ. എന്താണ്? നിർത്തിവെക്കൽ എന്നാണ് അബേയൻസിന്റെ മലയാളം. അബേയൻസ് നിർത്തിവെക്കൽ. അബ്സേർഡ് സ്റ്റേറ്റ്മെന്റ്. അബ്സേർഡ്, അബ്സേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? അബദ്ധം അല്ലേ? അബദ്ധ പ്രസ്താവന. അബ്സേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് അബദ്ധ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അഹങ്കാരം എന്നർത്ഥം വരാത്ത പദം. ഗർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരമാണ് അല്ലെ? ഗർവ് എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. ഗർവ് ശരിയാണ്. മതം ശരിയാണ്, അഹങ്കാരമാണ്. മതം എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. ഔദത്യം എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. ഔദത്യം. മദിര, മദിര എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരമല്ല അല്ലെ? മദിര എന്ന് പറഞ്ഞാൽ മദ്യം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അഹങ്കാരം എന്ന അർത്ഥം വരാത്ത പദം മദിരയാണ്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നതിന്റെ മലയാളം. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നതിന്റെ മലയാളം ഏതാണ്? വിവരവും പൊതുജന സമ്പർക്കവും വകുപ്പ്. വിവരവും പൊതുജന സമ്പർക്കവും വകുപ്പ്. എല്ലാം കൺഫ്യൂസിംഗ് ആണ് ഓപ്ഷൻസ്. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക്, പബ്ലിക് പൊതു, റിലേഷൻസ് പൊതുജന സമ്പർക്കവും ഡിപ്പാർട്ട്മെന്റ് വകുപ്പ്. ഉദ്ഘോഷം. ഉത് പ്ലസ് ഘോഷം ചേർത്ത് എഴുതുമ്പോൾ നമുക്കറിയാം ഉദ്ഘോഷം എന്നാകും അല്ലെ? ഉത് പ്ലസ് ഘോഷം എന്താവും? ശ്രദ്ധിക്കൂ. ഉത് പ്ലസ് ഘോഷം ചേർത്തെഴുതുന്ന സമയത്ത് ഈ താ എന്നുള്ളത് എന്താവും? രണ്ടാമത്തെ തായാവും. ഉദ്ഘോഷം മൂന്നാമത്തെ തായ അല്ലെ? താ ത ദ മൂന്നാമത്തത് ഉദ്ഘോഷമായി മാറും. ഓപ്ഷൻ എ ആണ് ആൻസർ. ഉത് പ്ലസ് ഘോഷം, ഉദ്ഘോഷം. ഓപ്ഷൻ എ. ഉൾപൂവ് എന്നതിലെ സമാസം. ഉൾപൂവ്. ഉൾപൂവ് എന്നതിലെ സമാസം ഏതാണ്? ഉൾ ആകുന്ന പൂവ്. രൂപക സമാസം. ഉൾപൂവ്, ഉൾ ആകുന്ന പൂവ്. അപ്പം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. രൂപക സമാസമാണ് ആൻസർ വരുന്നത്. രൂപക സമാസം. ഓപ്ഷൻ ഡി. സൗന്ദര്യം എന്ന പദം. സൗന്ദര്യം എന്ന പദം സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നപുംസകമാണോ? സൗന്ദര്യം എന്ന പദം കൊണ്ട് നമുക്കത് ആണാണോ പെണ്ണാണോ എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെ? സൗന്ദര്യം എന്നൊരു പദം മാത്രം വെച്ചിട്ട് നമുക്കത് എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതെന്താണ്? നപുംസകമാണ്. നപുംസക ലിംഗമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പറയാം സൗന്ദര്യം. സോ നപുംസക ലിംഗമാണ്. ഓപ്ഷൻ സി. സാലം എന്ന പദത്തിന്റെ അർത്ഥം. സാലം. സാലം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? മതിൽ എന്നാണ് കേട്ടോ. സാലം മതിൽ. സാലം എന്താണ്? മതിൽ. ഓക്കെ, അടുത്ത് നോക്കൂ. കരചരണാദികൾ എന്ന പദം ഏത് വചനമാണ്? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കരം ചരണം എന്നൊക്കെ പറയുന്നത് എന്താണ്? കയ്യും കാലൊക്കെയാണ് അല്ലെ? അത് നപുംസക ലിംഗമാണ്. സ്ത്രീയാണോ പുരുഷനാണോ? പുരുഷനുമല്ല, നപുംസക ലിംഗമാണ്. അപ്പം സ്ത്രീലിംഗ പദങ്ങളുടെ അല്ലെങ്കിൽ പുല്ലിംഗ പദങ്ങളുടെ അല്ലെങ്കിൽ നപുംസക ലിംഗ പദങ്ങളുടെ മാത്രം കൂട്ടത്തെ, സ്ത്രീലിംഗ പദങ്ങളുടെ മാത്രം കൂട്ടം, പുല്ലിംഗ പദങ്ങളുടെ മാത്രം ഗ്രൂപ്പ്, നപുംസക ലിംഗ പദങ്ങളുടെ മാത്രം ഗ്രൂപ്പ്, ഇതാണ് സലിംഗ ബഹുവചനം. രണ്ടും കൂടെ എല്ലാം കൂടെ ചേർന്ന് ഇപ്പൊ ജനങ്ങൾ എന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് അല്ലെ? അപ്പോഴത് അലിംഗമായി. അതേസമയം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, സലിംഗമാണ്. അതുപോലെ ആൺകുട്ടികൾ, അതിൽ ആൺകുട്ടികൾ പുരുഷന്മാര് മാത്രമേ ഉള്ളൂ, അപ്പം പുല്ലിംഗമായി. അതുപോലെ നപുംസകലിംഗ പദങ്ങൾ, മേശകൾ, കസേരകൾ, അതൊക്കെ എന്താണ്? സലിംഗ ബഹുവചനമാണ്. അപ്പൊ ഇവിടെ വരുന്ന ആൻസർ കരം ചരണം ആദിയായവ അല്ലെ? അതായത് കൈയും കാലിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് നപുംസകലിംഗ പദങ്ങളാണ്. അപ്പൊ അതിന്റെ ബഹുവചനം സലിംഗ ബഹുവചനം. ഓപ്ഷൻ ബി. ദ്വിഗു സമാസത്തിന് ഉദാഹരണം. ദ്വിഗു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ആദ്യത്തെ അക്ഷരം ഒരു സംഖ്യയെ സൂചിപ്പിക്കണം. ആദ്യത്തെ അക്ഷരം ഒരു സംഖ്യയെ സൂചിപ്പിക്കണം. അടിച്ചുതളി സംഖ്യയല്ല, അപ്പൊ തെറ്റ്. മീൻപിടുത്തം ആദ്യത്തെ വാക്ക് ഒരു സംഖ്യയല്ല. കൈകാലുകൾ സംഖ്യയല്ല.
പ്രഥമധർമ്മം, പ്രഥമം അല്ലെ, പ്രഥമം എന്ന് പറയുന്നത് ഒന്ന് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, പ്രഥമ. അടുത്ത പദം നോക്കൂ, അന്വർത്ഥം എന്ന പദം പിരിച്ചെഴുതിയാൽ, അന്വർത്ഥം എന്ന പദം പിരിച്ചെഴുതി കഴിഞ്ഞാൽ വരാൻ പോകുന്നത് അനു പ്ലസ് അർത്ഥമാണ്. അനു പ്ലസ് അർത്ഥം, അതാണ് അന്വർത്ഥമായി മാറിയത്. അനു പ്ലസ് അർത്ഥമാണ് അന്വർത്ഥം. ഓപ്ഷൻ സി ആണ് ആൻസർ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം അല്ലാത്തതേത് എന്നതാണ് ക്വസ്റ്റ്യൻ അല്ലെ, അല്ലാത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു സ്ത്രീ പുരുഷൻ, സ്ത്രീകളുടെ ഗ്രൂപ്പ്, അതുപോലെ പുല്ലിംഗ പദങ്ങളുടെ ഗ്രൂപ്പ്, നപുംസകലിംഗ പദങ്ങളുടെ ഗ്രൂപ്പ്, ഇവയുടെ മാത്രം ഗ്രൂപ്പുകൾ സെപ്പറേറ്റ് വരികയാണെങ്കിൽ അതൊക്കെ സലിംഗമാണ്. പക്ഷെ സ്ത്രീകളും പുരുഷന്മാരും കൂടെ ഒരുമിച്ച് ചേരുന്ന ഗ്രൂപ്പാണ് അലിംഗ ബഹുവചനം. ഉദാഹരണം ജനങ്ങൾ, മിടുക്കർ, കുട്ടികൾ എന്നൊക്കെ പറയുന്നത്. നോക്കൂ, മടിയർ, മടിയർ അലിംഗമാണ് അല്ലെ, ശരിയാണ്. മടിയർ എന്താണ്, അലിംഗമാണ്. അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്നുണ്ട്. മടിയർ എന്ന് പറയുമ്പോൾ അലിംഗം. പാട്ടുകാർ, വീണ്ടും സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്നുണ്ട്, അലിംഗം. നർത്തകർ അലിംഗം. പക്ഷെ ചെടികൾ നോക്കൂ, ചെടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സലിംഗമാണ് അല്ലെ. ചെടി എന്ന് പറഞ്ഞാൽ നപുംസകലിംഗമാണ്. അപ്പൊ അതിന്റെ ബഹുവചനം സലിംഗമായിരിക്കും. സോ ചെടികൾ എന്ന് പറയുന്നത് സലിംഗമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇൻറ്റ്യൂഷൻ എന്ന വാക്കിന്റെ മലയാളം അർത്ഥം, ഇൻറ്റ്യൂഷൻ എന്ന വാക്കിന്റെ അർത്ഥം ഭൂതോദയം എന്നാണ്. ഓപ്ഷൻ ബി, ഭൂതോദയം. പൂജക ബഹുവചനം ഏത്? പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ ഒരാളെ ഉണ്ടാവും, പക്ഷെ നമ്മൾ ബഹുമാനം കാരണം ബഹുവചനത്തിൽ പറയും. വൈദ്യർ, ഭീഷ്മർ, ദ്രോണർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവിടെ ഏതാ ഉള്ളത്, ധീരർ എന്ന് പറയുമ്പോൾ അത് ശരിക്കും ബഹുവചനമാണ്. പക്ഷേ മഹാവീര്യർ നോക്കൂ, ഓപ്ഷൻ ബി, മഹാവീര്യർ. ഒരാളെ ഉള്ളൂ അല്ലെ, പക്ഷെ നമ്മൾ ബഹുമാനം മൂലം ബഹുവചനത്തിൽ പറയാണ്. സൈനികർ, കൃഷിക്കാർ എന്നൊക്കെ പറയുന്നത് പൂജകമല്ല, അത് സാധാരണ ബഹുവചനമാണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. അധ്യാപകർ, അധ്യാപകർ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളും പെടും പുരുഷന്മാരും പെടും, രണ്ടുപേരും ചേരുന്ന ഗ്രൂപ്പാണ് അല്ലെ. അപ്പൊ രണ്ടുപേരും ചേരുന്ന ഗ്രൂപ്പിനെ അലിംഗ ബഹുവചനം അല്ലെങ്കിൽ ഉഭയലിംഗം എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി. അലിംഗത്തിന്റെ വേറെ പേരാണ് ഉഭയലിംഗം. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. അന്തസത്ത എന്നതിലെ സന്ധി, അന്തസത്ത എന്നതിലെ സന്ധിയാണ് ചോദിച്ചിട്ടുള്ളത്. അന്തസത്തയിലെ സന്ധി എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം അന്തസത്ത എന്ന പദം പിരിച്ചെഴുതുന്ന സമയത്ത് അന്തഹ പ്ലസ് സത്തയാണ്. ഈ ചിഹ്നം വന്നാൽ, ഈ ചിഹ്നത്തിന്റെ പേരെന്താണ്? വിസർഗമാണ് അല്ലെ. വിസർഗ ചിഹ്നം വന്നു കഴിഞ്ഞാൽ സന്ധി ഏതാണ്? വിസർഗ സന്ധി. ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പൊ അന്തസത്ത എന്നത് പിരിച്ചെഴുതുമ്പോൾ അന്തഹ പ്ലസ് സത്തയാണ് വിസർഗ സന്ധി. ചട്ടമ്പി സ്വാമികൾ, നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ ഉള്ളൂ, പക്ഷെ നമ്മള് ബഹുവചനമായിട്ട് ബഹുമാനപൂർവ്വം പറയാണ് അല്ലെ. ചട്ടമ്പി സ്വാമികൾ, പൂജക ബഹുവചനം. ഓപ്ഷൻ ഡി ആണ്, പൂജക ബഹുവചനം. സ്റ്റാറ്റസ് കോ എന്നതിന്റെ മലയാള പരിഭാഷ. സ്റ്റാറ്റസ്, വാട്സപ്പിലൊക്കെ നമ്മൾ എപ്പോഴാണ് സ്റ്റാറ്റസ് ഇടുക? നിലവിലുള്ള സ്ഥിതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റസ് ഇടുക അല്ലെ. അപ്പൊ സ്റ്റാറ്റസ് കോ എന്നതിന്റെ മലയാള പരിഭാഷ എന്താണ്? നിലവിലുള്ള സ്ഥിതി. ഓപ്ഷൻ ബി. അലിംഗ ബഹുവചനം ഏതാണ് ഈ കൂട്ടത്തിൽ? അലിംഗ ബഹുവചനം യാത്രക്കാർ. യാത്രക്കാർ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് അല്ലെ, അപ്പോൾ അലിംഗമാണ് അല്ലെങ്കിൽ ഉഭയലിംഗം. ബാക്കി വധുക്കൾ, മരങ്ങൾ, കുപ്പികൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? വധുക്കൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ മാത്രം ഗ്രൂപ്പാണ്, അപ്പൊ അത് സലിംഗമാണ്. മരങ്ങളും കുപ്പികളും നപുംസകലിംഗ പദങ്ങളാണ്, അപ്പൊ അതും സലിംഗമാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ബുദ്ധി എന്ന അർത്ഥം വരുന്ന പദം. ഇവിടെ ഒന്നാമത്തെ പദം നോക്കൂ, ബർഹി എന്ന് പറഞ്ഞാൽ അർത്ഥം മയിൽ എന്നാണ്. ബർഹി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? മയിൽ. മരാളം എന്ന് പറഞ്ഞാൽ അരയന്നമാണ്. മനീഷ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് കേട്ടോ. ധീ, മനീഷ എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധി. കുമുദം എന്ന് പറഞ്ഞാൽ ആമ്പൽ. കുമുദം, കൈരവം, കുവലയം എന്നൊക്കെ പറഞ്ഞാൽ ആമ്പലാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത പദം നോക്കൂ, മതൈക്യം എന്ന പദം പിരിച്ചെഴുതിയാൽ, മതൈക്യം എന്ന പദം പിരിച്ചെഴുതിയാൽ മത പ്ലസ് ഐക്യം. മത പ്ലസ് ഐക്യമാണ് മതൈക്യമായി മാറിയത്. മതൈക്യം, മത പ്ലസ് ഐക്യം ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി, മത പ്ലസ് ഐക്യം. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, മഴ എന്ന പദം. മഴ എന്ന പദം നമുക്ക് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റില്ല അല്ലെ. മഴ എന്ന പദം എന്താണ്? അതൊരു നപുംസകലിംഗ പദമാണ്. നമുക്ക് ആണാണോ പെണ്ണാണോ എന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല മഴ. സോ മഴ എന്താണ്? നപുംസകലിംഗം. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി. വിനോദസഞ്ചാരികൾ നോക്കൂ, വിനോദസഞ്ചാരികൾ എന്ന് പറയുന്നത് ഏത് തരം ബഹുവചനമാണ്?
വിനോദസഞ്ചാരികൾ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളും പെടും പുരുഷന്മാരും പെടും അല്ലെ. അതിൽ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട്. സോ വിനോദസഞ്ചാരികൾ എന്ന് പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്നതാണ്. അപ്പൊ പ്രത്യേകിച്ച് നമുക്കൊരു ലിംഗം പറയാൻ പറ്റില്ല. അലിംഗ ബഹുവചനമാണ് അല്ലെങ്കിൽ ഉഭയലിംഗമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അതുപോലെ ഭക്തജനങ്ങൾ, അതിലും ഞാൻ പറഞ്ഞ പോലെ വിനോദസഞ്ചാരികൾ എന്ന് പറഞ്ഞതുപോലെ ഭക്തജനങ്ങളിലും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒരുമിച്ചുള്ള ഗ്രൂപ്പാണ്. നമ്മൾ വേറെ വേറെ അല്ല അല്ലേ പറയുന്നത്. അപ്പോൾ അതും എന്താണ്? അലിംഗ ബഹുവചനമാണ്. ഓപ്ഷൻ ബി അലിംഗ ബഹുവചനം. അതുപോലെ നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. സലിംഗം എന്ന് പറഞ്ഞാൽ ഉദാഹരണം അല്ലാത്തതാണ്, ഉദാഹരണമല്ല ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ മടിയന്മാർ, മടിയന്മാർ എന്ന പദം എന്താണ്? മടിയന്മാർ എന്ന പദം സലിംഗമാണ് അല്ലെ. ആൺകുട്ടികളുടെ മാത്രം ഗ്രൂപ്പിനെയാണ് മടിയന്മാർ എന്ന് പറയുന്നത്. അത് സലിംഗമാണ്. പൂക്കൾ നപുംസകലിംഗ പദങ്ങളുടെ ബഹുവചനമാണ് സലിംഗം. പാട്ടുകാർ നോക്കൂ, അവിടെ സ്ത്രീകളും പെടും പുരുഷന്മാരും പെടും അല്ലെ. സ്ത്രീകളും ഉണ്ടാകും പുരുഷന്മാരും ഉണ്ടാകും. സോ അതെന്താണ്? അലിംഗമാണ്. അപ്പൊ ഇത് സലിംഗമല്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. നക്ഷത്രങ്ങൾ വീണ്ടും നപുംസകലിംഗമാണ് അല്ലെ. നക്ഷത്രം ആണാണോ പെണ്ണാണോ എന്നറിയില്ല. അപ്പോൾ അതും സലിംഗ ബഹുവചനമാണ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. അശ്രുവാൽ കടൽ തീർത്തൊരാദിമ കവി പാടി, അടിവരയിട്ട പദത്തിലെ വിഭക്തി. അശ്രുവാൽ, ആൽ എന്ന പ്രത്യയം ഏതിൻ്റെതാണ്? ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു. ആൽ അതുപോലെ കൊണ്ട്, ഈ രണ്ട് പ്രത്യയങ്ങളും ഏതാണ്? പ്രയോജിക, പ്രയോജികയാണ്. പ്രയോജിക വിഭക്തിയുടേതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അശ്രുവാൽ, ആൽ അതുപോലെ കൊണ്ടു, ഇത് രണ്ട് പ്രത്യയങ്ങളും ഏതാണ്? പ്രയോജിക വിഭക്തിയുടേതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ ലാസ്റ്റ് നോക്കൂ, പ്രജൈശ്വര്യം, പ്രജ പ്ലസ് ഐശ്വര്യം. പ്രജൈശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രജ പ്ലസ് ഐശ്വര്യമാണ് പ്രജൈശ്വര്യമായിട്ട് മാറുന്നത്. പ്രജൈശ്വര്യമായിട്ട് മാറുന്നത്. സോ ആൻസർ ഏതാ വരുന്നത്? പ്രജ പ്ലസ് ഐശ്വര്യം. ഓപ്ഷൻ ബി, പ്രജ പ്ലസ് ഐശ്വര്യമാണ് പ്രജൈശ്വര്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ. മറക്കരുത്, ഓപ്ഷൻ ബി. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യും. അതുപോലെ എല്ലാ വിഷയത്തിന്റെയും ഇതുപോലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്ലസ് റിലേറ്റഡ് ഫാക്ട്സ് ഒരുപാട് പറയുന്നില്ല. അപ്പൊ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് പറഞ്ഞ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുക. അപ്പൊ ഇങ്ങനെ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് നന്നായി പഠിച്ചവർക്ക് ഒരു റിവിഷനും ആകും. പഠിക്കാത്ത ആൾക്കാർക്ക് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ ചോദ്യം വരുന്നതെന്ന് ഒരു ഐഡിയ കിട്ടും. ഇതിന്റെയൊക്കെ ടോപ്പിക് വൈസ് ക്ലാസ്സസ് ഒരിക്കൽ നമ്മൾ ചെയ്തതാണ്. ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.